അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി ഇത് ഞാൻ ആവർത്തിച്ച് വായിക്കുന്നൊന്നുമില്ല, ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവണം. എങ്കിലും ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്നുകൂടി പറയാണ്. ഈ ഡെഫിനിഷൻ്റെ അകത്ത് വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസസ് ഓവർ എഫ്, ഇതൊന്ന് ഓർമ്മയിലാണ് കേട്ടോ. അതായത് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പം അതിൻ്റെ ഡൊമെയിനായിട്ട് വരുന്ന വിയും കോഡൊമെയിനായിട്ട് വരുന്ന ഡബ്ല്യുവും വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് ആയിരിക്കണം. വിയും ഡബ്ല്യുവും ഡിഫറെൻ്റ് ആയിക്കോട്ടെ, പക്ഷേ ഫീൽഡ് മാറാൻ പാടില്ല. ക്ലിയർ അല്ലേ? സോ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ ചിലപ്പോൾ എങ്ങനെ പറയും, ലെറ്റ് ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ എനി ടു വെക്ടർ സ്പേസസ് എന്നൊക്കെ ഞാൻ പറയും. ടി ഫ്രം വി ടു ഡബ്ല്യു, അല്ലേ, വേർ വി ആൻഡ് ഡബ്ല്യു ആർ എനി ടു വെക്ടർ സ്പേസസ് എന്ന് പറയുമ്പം ഒരു കാര്യങ്ങളും മനസ്സിലാക്കണം. എനി ടു വെക്ടർ സ്പേസസ് ആണെങ്കിലും ഈ വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഫീൽഡ് സെയിം ആണ്. ഇത് വെക്ടർ സ്പേസ് ഓവർ ആർ ആണെങ്കിൽ ഇതും വെക്ടർ സ്പേസ് ഓവർ ആർ ആയിരിക്കണം. ഇത് വെക്ടർ സ്പേസ് ഓവർ സി ആണെങ്കിൽ ഇതും വെക്ടർ സ്പേസ് ഓവർ സി ആയിരിക്കണം. അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഡൊമെയിൻ്റെയും കോഡൊമെയിൻ്റെയും ഫീൽഡ് സെയിം ആയിരിക്കും. അത് ഞാനിനി ഇങ്ങനെ ആവർത്തിച്ച് പറയൊന്നുമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്, നിങ്ങൾ ഓർമ്മയിൽ അതുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി എനിക്കിവിടെ ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരെ ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഇത് ഏറ്റവും സിമ്പിളായ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സാമ്പിളാണ്. ഞാൻ ഇനി മുതൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയില്ല കേട്ടോ, കാരണം അതിൻ്റെ നാക്കൊടുക്കി പോകും പലപ്പോഴും. അതുകൊണ്ട് അതിന് പകരം ലീനിയർ മാപ്പ് എന്നാണ് പറയുക, അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾ ലീനിയർ മാപ്പ് എന്നാണ് ഉപയോഗിക്കുകയാണ്. സോ ഞാനിനി ലീനിയർ മാപ്പിനെ ഉപയോഗിക്കുള്ളൂ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടം, പക്ഷേ ഞാനിങ്ങനെ സ്പീഡ് പറഞ്ഞു വന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും നാക്കുടങ്ങി പോകും. സോ ഇത് ഏറ്റവും സിമ്പിളായ ഒരു ലീനിയർ മാപ്പിൻ്റെ എക്സാമ്പിളാണ്. ഏത് രണ്ട് വെക്ടർ സ്പേസുകൾക്കിടയിലും ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം over the same field കേട്ടോ. സോ ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി എനി ടു വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ്. അപ്പം എന്നിട്ട് വി എന്ന് ഡബ്ല്യൂയിലേക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക ഒരു ഫംഗ്ഷൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതൊരു വി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് സീറോ, അതായത് എല്ലാവരെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ എടുക്കുക. ഈ ഫംഗ്ഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, നിങ്ങൾക്ക് ഈസിയായി ചെക്ക് ചെയ്യാൻ പറ്റും. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇതിലുണ്ടെന്നുള്ളത്. ഇതൊന്നും ഞാൻ ചെയ്യൂല, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ. ഇതും വളരെ സിമ്പിളായൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഇത് പക്ഷേ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അതേ വെക്ടർ സ്പേസിലേക്കാട്ടോ. ഇത് ഡൊമെയിൻ തന്നെയാണ്, കോഡൊമെയിനും ശ്രദ്ധിക്കണം. ഇത് ഡിഫൈൻ ചെയ്തത് ടി ഓഫ് വി ഈക്വൽ ടു വി. അതായത് ഇവിടുന്ന് ഒരു വി എടുത്തു കഴിഞ്ഞാൽ ആ വി ഇവിടെ ഉണ്ടാവില്ലേ, അപ്പോൾ വിനെ വിയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, നിങ്ങൾക്ക് വളരെ ഈസിയായി ചെക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ഇതിന് പക്ഷേ ഒരു പേരുണ്ട് കേട്ടോ. ആദ്യത്തേനുണ്ട് ഒരു പേര്. ആദ്യത്തേൻ്റെ പേര് സീറോ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ആദ്യത്തെ മാപ്പ് എല്ലാവരെയും സീറോയിലേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് സീറോ ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പേര്, രണ്ടാമത്തെ പേര് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ. അടുത്തത് പി ഓഫ് ആർ എന്ന് പി ഓഫ് ആറിലേക്കുള്ളൊരു ലീനിയർ മാപ്പാണ്. പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സെറ്റ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ്. അതൊരു വെക്ടർ സ്പേസാണ്, നമുക്കറിയാം, ഓവർ ആർ അല്ലേ. സോ ആ പി ഓഫ് ആർ എന്ന് പി ഓഫ് ആറിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പോളിനോമിയൽ എടുക്കുക, അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുക. ഇതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് എനിക്ക് ഈസിയായി ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് വളരെ ഈസിയാണ്, കാര്യങ്ങൾ എഴുതി ഇങ്ങനെ പോയാൽ മതിയല്ലേ. സോ അടുത്ത എക്സാമ്പിൾ. ഇനി ഇവിടെ ഈ സി ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ ആർ. അതായത് ആറിന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യാവുന്ന എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസും ഉണ്ടാവില്ല, അതിൻ്റെ കളക്ഷനാണ് സി ഓഫ് ആർ. ഇതും ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ ആർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ചെക്ക് ചെയ്യുക. ഇനി ഈ മാപ്പ് സി ഓഫ് ആറിന് ആറിലേക്കാണ് ഉള്ളത്. അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ എഫ് എടുക്കുക, എന്നിട്ട് അതിനെ 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിയൽ നമ്പർ കിട്ടുമല്ലോ ഇതിൻ്റെ ആൻസറായിട്ട്. അപ്പം ഈ എഫിൻ്റെ ഇവിടുത്തെ ഇമേജ് ആയിട്ട് ഈ നമ്പറാണ് വരിക. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ എടുക്കുക, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷനൊക്കെ ഉറപ്പ് വരുത്താവുന്നതാണ്. അതൊക്കെ അനാലിസിസിൻ്റെ ടോപ്പിക്കാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ഫംഗ്ഷനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ലല്ലോ, പക്ഷേ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ അനാലിസിസ് പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു എഫ് എടുക്കുക, അപ്പോൾ നമുക്ക് അതിന് ഇൻറ്റഗ്രൽ 0 to 1 കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ ഒരു റിയൽ നമ്പർ കിട്ടും. ആ റിയൽ നമ്പറാണ് ആ എഫിൻ്റെ ഇവിടുത്തെ ഇമേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആറിലേക്കുള്ളൊരു ഫംഗ്ഷൻ ഏതെടുക്കുക, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എടുക്കുക. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഇമേജ് നമുക്ക് നോക്കാം. ടി ഓഫ് എഫ് എന്താ വരിക, ഈ ഫംഗ്ഷനെ 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം 0 to 1 എക്സ് ഡി എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, x²/2. ഇതിനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. അപ്പം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കണ്ടിന്യൂസ് ഫംഗ്ഷനിലെ അതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് 1/2 ആണ്. ഇങ്ങനെ ഇവിടുത്തെ ഓരോ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇവിടെ ഒരു ഇമേജ്, ഒരു റിയൽ നമ്പർ വരും. ആ മാപ്പ് ഇതേപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, എനിക്ക് ഈസിയായി ചെക്ക് ചെയ്യാൻ പറ്റും. ഇതും ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ഒക്കെ ഈസിയാണ്. ടി ഓഫ് എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു ടി ഓഫ് എഫ് പ്ലസ്
ടി ഓഫ് ജി എന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഒക്കെ കിട്ടുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി. ഇത് നമ്മളെ ലാസ്റ്റ് എക്സാമ്പിളാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിളാണ്. ഈ എഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ആറാം വിചാരിക്കും. അപ്പോൾ ആർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ സീക്വൻസസ് അല്ലേ, റിയൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള സീക്വൻസസിൻ്റെ മൊത്തം കളക്ഷനാണ് ആർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേമാതിരി എഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡിലെ എൻട്രീസ് വെച്ച് ഉണ്ടാക്കാവുന്ന സീക്വൻസസ് അല്ലേ, അതിൻ്റെ മൊത്തം കളക്ഷനാണ് എഫ് ഇൻഫിനിറ്റി വരുന്നത്. ക്ലിയർല്ലേ? അപ്പം അതൊരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ എഫ്. ഇനി ആ എഫ് ഇൻഫിനിറ്റി നിന്ന് എഫ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എടുക്കുക. ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കുക, എന്താ ചെയ്ത് ഈ ഫസ്റ്റത്തെ x1 അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ആറ് നാട്ടിലുള്ള സീക്വൻസ് പറയാം. ഇതിനെ ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്നാണ് പറയുക അല്ലേ. ഒക്കെ ഒറ്റടി ബാക്കോട്ട് പോയാലേ ഒരു യൂണിറ്റ് ബാക്കോട്ട് വന്നാലേ, അത് ഒരു ടേം ബാക്കോട്ട് വന്നാലേ, സോ ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്നാണ് പറയാം. ഇതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾക്ക് ഈസിയായി ചെക്ക് ചെയ്യാം, എല്ലാം ഈസിയായി ചെക്ക് ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും വന്നില്ല ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.